Hello. Good morning. Good morning. Good morning. Good morning. Good morning. Good morning. Okay. Good morning once again. Ready ആണോ എല്ലാവരും? മാം സൗണ്ട് കുറവാ. ആണോ? Good morning, ma'am. അതെ. സൗണ്ട് കുറവാണ്. Good morning, ma'am. നിങ്ങളുടെ എനിക്ക് കറക്റ്റ് ആയിട്ട് കേൾക്കാം. എന്റെ സൗണ്ട് കുറവാണോ? ഞാനൊരു 60-ലാണ് വെക്കാറ്. അല്ല, Sound okay ആണ് ma'am. സൗണ്ട് കേൾക്കാം. ഓക്കെയാണ്. ഭയങ്കര സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഒരു എപ്പോഴും വെക്കുന്ന ഒരു സൗണ്ട് ഒരു 60-ലാണ് വെക്കാറ്. ഞാൻ സൗണ്ട് കൂട്ടി അമ്മ വെച്ചേക്കുന്നത്. സൗണ്ട് കൂട്ടിപ്പോയാ? എന്താണ് അർജുനല്ലേ? അതെ, അർജുൻ തന്നെ. ആ, അർജുന് സൗണ്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്ക് നല്ല സൗണ്ട് ഉള്ള ആളാണ്. എന്റെ സൗണ്ട് മുഴുവൻ എടുത്ത് ഇവിടെയുള്ള ടീച്ചർമാരെ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്നൊക്കെ ഓടി വരും. എന്നെ ഇവിടുന്ന് ഓടിക്കും. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന രമ്യ മിസ്സിന്റെ ക്ലാസ് ആയിരുന്നു അല്ലെ? രമ്യ മിസ്സിന്റെ ക്ലാസ് വീണ്ടും ഈ ആഴ്ചയും ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി. അന്ന് എനിക്ക് വേണ്ടി രമ്യ മിസ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു, എനിക്കൊരു ലീവ് എടുക്കാൻ. ഇന്ന് ഞാൻ രമ്യ മിസ്സിന് വേണ്ടി തിരിച്ച് അങ്ങോട്ടേക്കും അതുപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നോട്ട് ചിലപ്പോൾ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന പാഠമോ എന്താണോ അത് ചിലപ്പോൾ രമ്യ മിസ്സിന്റെ ബാക്കിയായിരിക്കാം. അതൊന്ന് വേഗം പോയിട്ട് കളക്ട് ചെയ്ത് നിങ്ങൾ നമ്മളുടെ നോട്ടുമായിട്ട് ഇരിക്കാം, നോട്ട് കയ്യിലുള്ളവര്. ഓക്കെ, അതർവൈസ് ഇപ്പൊ സൗണ്ട് ക്ലിയർ ആയി. വരും. സ്റ്റാർട്ടിങ് എപ്പോഴും എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ടിങ് പ്രോഗ്രാം എപ്പോഴും ഉണ്ടാകാറുണ്ട് അല്ലെ? അതെല്ലാത്തിലും ഉണ്ടാകും. കിട്ടിയില്ലല്ലോ. ടെക്സ്റ്റ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എത്തും നിങ്ങളിലേക്ക്. എന്താ പറയുക, നിങ്ങളിപ്പോ പോസ്റ്റ് വഴിയോ ഏത് രീതിയിലാണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് അങ്ങോട്ട് എത്തും. ചിലപ്പോ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ എത്താൻ ഡിലേ ആകുന്നതായിരിക്കാം. കൊറിയറായിട്ട് അയച്ചു തരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്തിന് എത്തും. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ ചിലപ്പോ സെൻഡ് ചെയ്തപ്പോ നിങ്ങൾ ചോദിച്ചിട്ട് പിന്നീടായിരിക്കും സെൻഡ് ചെയ്തേക്കാം. അപ്പൊ തന്നെ എത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോ അതൊരു വീക്ക് എടുക്കാം. ഓക്കെ, അപ്പോ സോ ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ചിലപ്പോ ഒരു ഡൗട്ട്. ഈ നമ്മുടെ ഈ PG ഡിപ്ലോമ ഉണ്ടല്ലോ, അല്ല ഞാനിനിയും PG ഡിപ്ലോമ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനാണ്. ഇപ്പൊ ഓൾറെഡി ഡിപ്ലോമയ്ക്കാണല്ലോ ചേർന്നേക്കുന്നത്. PG ഡിപ്ലോമ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോ അപ്പൊ ഇതിന് +2 ഇതിന് ഇപ്പൊ ഓൾറെഡി ഈ PG ഡിപ്ലോമയ്ക്ക് ഗ്രാജുവേഷൻ ഇല്ലാതെയും ചേരാമല്ലോ. അപ്പൊ മറ്റ് PG ഡിപ്ലോമ ആണെങ്കിലും ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ PG ഡിപ്ലോമ എടുത്തിട്ട് നേരെ PGക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ +2 ഉള്ള ഈ PG ഡിപ്ലോമ തന്നെ +2 ഉള്ള ആൾ എടുക്കുവാണെങ്കിൽ നേരെ PGക്ക് പോകാൻ പറ്റുമോ ഡിഗ്രി ഇല്ലാതെ? അർജുൻ ചോദിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ മറുപടി പറയാം.
ഓക്കെ, എനിക്ക് മനസ്സിലായി. അതായത് +2 ക്വാളിഫിക്കേഷൻ ആണ് നമുക്ക് ഇതിന്റെ ഡിപ്ലോമ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. പക്ഷെ അപ്പൊ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് PG യിലേക്ക് പോകണമെങ്കിൽ അപ്പൊ നമുക്ക് PG ഇല്ലല്ലോ, പിന്നെ എങ്ങനെ എടുക്കാൻ പറ്റുന്നത്? നമ്മൾ ചെയ്യുന്ന കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ കോഴ്സാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡിപ്ലോമ കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിന്റെ PG തന്നെ ചെയ്യാൻ ആ ക്വാളിഫിക്കേഷനിൽ വെച്ച് നോക്കണേ. അല്ല, അതിന്റെ PG നേരിട്ട് ഞാൻ ചോദിച്ചതല്ല മാം. ഈ PG ഡിപ്ലോമ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഡിഗ്രി പഠിക്കാതെ PG നേരെ ചെയ്യാൻ പറ്റുമോ? ഏത് ഡിഗ്രി പഠിക്കാതെ? അല്ല, ഇപ്പൊ പലരും ഇതില് PG ഡിപ്ലോമ പഠിക്കുന്ന ചിലര് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് PG ഡിപ്ലോമയ്ക്ക് വരുന്നത്. ചിലര് +2 കഴിഞ്ഞിട്ട് +2 മാത്രമായിട്ട് PG ഡിപ്ലോമ പഠിക്കാൻ വരുമല്ലോ. അപ്പൊ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇല്ലാതെ നേരെ ഈ PG ഡിപ്ലോമ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായോ മാം? ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഡിപ്ലോമ മാത്രമല്ലേ? 6 മാസത്തെ കോഴ്സ് ഡിപ്ലോമ മാത്രമല്ലേ? PG ആയിട്ട് കൂടുതലല്ലോ. അതിന് ശേഷമല്ലേ 4 മാസത്തിന് ശേഷമല്ലേ PGക്ക് ചേരാൻ പറ്റുള്ളൂ? അതായിരിക്കാം ആ കുട്ടി ചിലപ്പെങ്കിൽ ചിന്തിച്ചത്. ഞാൻ PG ഡിപ്ലോമയുടെ കാര്യമല്ല ചോദിച്ചത്, പോസ്റ്റ് ഗ്രാജുവേഷന്റെ ആണ് ചോദിച്ചത്. മാം, ആ കൊച്ചു ചോദിക്കുന്നതേ ഡിഗ്രി ഇപ്പം കഴിഞ്ഞിട്ടേ അതിപ്പം ഗ്രാജുവേഷന്റെ ഡിഗ്രി ഉണ്ടല്ലോ. ഞാൻ മാം ഒന്നുകൂടെ ഞാൻ പറയാം. മാം, ഞാൻ ചോദിക്കുന്നത് ഈ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാ നിങ്ങളിപ്പോ ഇതിന്റെ ഡിപ്ലോമയ്ക്കാണ് ചേർന്നേക്കണേ. അതെ, ഡിപ്ലോമയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇത് ക്ലാസ് കൂടി കഴിഞ്ഞപ്പോ നിനക്ക് തോന്നി ഇതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി ചെയ്യണമെന്ന്. ഓക്കെ, ഓക്കെയാണോ? ഓക്കെയാണ്. അപ്പൊ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിന്റെ ഡിഗ്രി ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിനക്ക് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കേണ്ടേ ഉള്ളൂ. വേറെ ഡിഗ്രീസിനെ കുറിച്ചല്ലല്ലോ സംസാരിക്കുന്നത്. വേറെ ഡിഗ്രീസോ പോസ്റ്റ് ഗ്രാജുവേഷനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമയും PGയെ കുറിച്ചാണ്. നിങ്ങളുടെ ഈ ഡിപ്ലോമ ക്ലാസ്സസ് കഴിയുമ്പോൾ ചില ആൾക്കാർ ഓൾറെഡി ചേർന്നപ്പോഴേ തന്നെ PG വേണം എന്ന് പറഞ്ഞ് ചേർന്നവരാണ്. നമ്മൾ ഇതിന്റെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുന്നു, എക്സാംസ് എഴുതുന്നു, സർട്ടിഫിക്കറ്റ് അതിനുള്ള മാർക്സ് വരുന്നു. വെദർ യു ആർ പാസ്ഡ് ഓർ ഫെയിൽഡ്, അതിന് ജയിച്ചാലും തോറ്റാലും ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തായാലും എക്സാം വരുമ്പോഴാണ് റിസൾട്ട് അറിയാം. അപ്പൊ ജയിക്കാണെങ്കിൽ യു ക്യാൻ ക്യാരി ഓൺ ദ PG നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേഷൻ, അതെ, അതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ. PG ഡിപ്ലോമ അല്ല, PG തന്നെ. അതെ, PG എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നീ അത് പഠിച്ച അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ PG കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചാലും മതി. അപ്പൊ ഈ സംശയം ഇപ്പൊ തീർന്നു. വേറൊരു സംശയം, വേറെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ പറ്റുമോ? വേറെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതിന്റെ? അല്ല, ഇപ്പൊ തന്നെ MBA HR അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ അത് വേറെ കോഴ്സല്ലേ? ആ കോഴ്സിൽ ഡിപ്ലോമ എടുക്കണം, അതിന്റെ PG എടുക്കണം. ഇതിന്റെ എടുക്കാൻ പറ്റില്ല. അതിന്റെ PG ഡിപ്ലോമ എടുത്തു കഴിഞ്ഞാൽ നേരെ PG ചെയ്യാൻ പറ്റും. രണ്ട് കോഴ്സല്ലേ? അതെ. അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്ന് പറയുന്നത് ഏത് ബിസിനസ് ഓർഗനൈസേഷൻസിലെയും എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഏത് തരത്തിലുള്ള അത് വേറെടാ. അല്ല, ഞാൻ ചോദിച്ച വേറെയും ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചേ. വേറെ കോഴ്സ് നീ വേറെ ചെയ്യുമ്പോ അതിന്റെ ഡിഗ്രി അതിന്റെ PG അത് വേറെ ചെയ്യണം. ഇതിന്റെ മാത്രമാണ്. അല്ല, ഇതപ്പോ ഡിഗ്രി BCom കഴിഞ്ഞാൽ നാളെ MCOMലേക്ക് വരും. ദാറ്റ് മീൻസ് കൊമേഴ്സിൽ ബാച്ചിലർ ഡിഗ്രിയും എടുക്കുന്നു, മാസ്റ്റർ ഡിഗ്രിയും എടുക്കുന്നു. മനസ്സിലായോ? BComന്റെ അത് BSc ആണെങ്കിൽ BSc എടുക്കുന്നു, അതിന്റെ നേരെ ചാടി MSc എടുക്കുന്നു. അത് അതിന്റെ PG ആണോ? BA പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്ങനെയാണ്? ആണോ? അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ എടുത്താൽ അതിന്റെ PG അതിലേക്കുള്ള വഴി അപ്പുറത്തേക്ക് അടുത്തത് ചാടേണ്ടത് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷനിലാണ്. അല്ലാണ്ട് ഇത് എടുത്തോണ്ട് ഇതിന്റെ ഡിപ്ലോമ എടുത്തോണ്ട് HRന്റെ PG എടുക്കാൻ പോകാൻ പറ്റുമോ? ഇല്ല.
അത് പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ PG ഡിപ്ലോമ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നേരെ PG-ലോട്ട് പോവാമല്ലോ, ഇതിന്റെ തന്നെ PG-ലോട്ട്. ഡിപ്ലോമ PG വെച്ചിട്ടാണ് എടുക്കണമെങ്കിൽ നിനക്ക് കഴിയുമ്പോൾ നേരെ പിന്നെ ഞങ്ങള് PG എടുക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് എടുത്ത് ആ ഗ്രൂപ്പ് വേറെ നമ്മൾ ഫോം ചെയ്ത് ആ ക്ലാസ്സസ് 4 months എക്സ്റ്റെൻഡ്. അങ്ങനെ പറ്റും അല്ലേ? അപ്പൊ ഡിഗ്രി എടുക്കാതെ തന്നെ പറ്റും അല്ല? പിന്നെ ഡിഗ്രിക്ക് പോകേണ്ട കാര്യമില്ല. അതിന്റെ കൂടുതൽ ഒരു 2000 എക്സ്ട്രാ അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനും അങ്ങനെ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ ഡിപ്ലോമ കഴിഞ്ഞിട്ട് PG-ലോട്ട് കയറാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞത് 6 മാസത്തെ കോഴ്സിന് ശേഷം. അങ്ങനെ തന്നെ നിങ്ങൾ PG കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് PG-ക്ക് വേണ്ടി ജോയിൻ ചെയ്തവരാണെങ്കിൽ ഡിപ്ലോമയുടെ ക്ലാസ്സസ് 6 months കൊണ്ട് തീർന്ന് അതിന്റെ എന്താ പറയുക എക്സാംസും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ PG ആണ് എടുത്തിരിക്കുന്നവരെങ്കിൽ നമ്മുടെ കയ്യിലൂടെ ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് അവിടെ റെക്കോർഡഡ് ആണ്. ഡിപ്ലോമയ്ക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികൾ, ഡിപ്ലോമ മാത്രം ചെയ്യുന്നവരും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, PG കൂടി എടുക്കാൻ ഉദ്ദേശിച്ച് ഇപ്പോഴേ തന്നെ പുറപ്പെട്ടിരിക്കുന്ന കുട്ടികളും ഉണ്ട്. അപ്പൊ അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ഡിപ്ലോമക്ക് വേണ്ടി മാത്രമുള്ളത്. ഒന്ന് PG കൂടി എടുക്കുന്നവർ ഒന്ന്. അപ്പൊ ഒബ്വിയസ്ലി ഡിപ്ലോമ കഴിയുമ്പോൾ ഡിപ്ലോമക്കാരെ നമ്മൾ എന്ത് ചെയ്യും? വിടും. അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവർ ഇനി ജോയിൻ ചെയ്യുന്നില്ല, PG കണ്ടിന്യൂ ചെയ്യുന്നില്ല എങ്കിൽ ഓക്കെ, അവരെ വിടുന്നുള്ളൂ. അവര് വിടുന്നു. നിങ്ങളെ ബാക്കിയുള്ളവര് PG എടുക്കുന്നവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് വീണ്ടും ആ PG കോഴ്സിന്റെ ക്ലാസ്സസ് കൊടുക്കുന്നു. 4 months കൂടി എക്സ്ട്രാ. ദാറ്റ് മീൻസ് നിങ്ങളുടെ തീരുമ്പോഴേക്ക് ഏകദേശം 10 മാസമായിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആണോ അർജുൻ? മാഡം, ഞാൻ ചോദിച്ച PG ഡിപ്ലോമയുടെ കാര്യമല്ല. ഈ PG ഡിപ്ലോമ കഴിഞ്ഞിട്ട് MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചത്. PG ഡിപ്ലോമയുടെ അല്ല, PG ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ചോദിച്ചത്. ഇപ്പൊ PG ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിന്റെ PG ഡിപ്ലോമയ്ക്ക് ഡിഗ്രി ഇല്ലാതെയും ചെയ്യാമല്ലോ. അപ്പൊ ഇതിന്റെ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിഗ്രി ഇല്ലാത്ത ഡിഗ്രി ഇല്ലാതെ PG ഡിപ്ലോമ ചെയ്യുന്നവർക്ക് നേരെ MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോന്നാ ഞാൻ ചോദിച്ചത്. മാമിന് പറഞ്ഞ മനസ്സിലായോ? നിനക്ക് MBA ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം. അത് വേറെ പഠിക്കുന്നത്. അല്ല, BA പഠിക്കാതെ പറ്റത്തില്ല. ടൈം പോകുന്നു. നമ്മളെല്ലാം കുറെ ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതില് വരുന്നത്. കുട്ടിയെല്ലാം ഉള്ള ആൾക്കാരാണ്. അപ്പോ ടൈം കുറെ പോയി. ഓക്കെ, അപ്പൊ ഇതെന്തായാലും ഇതിന്റെ PG, ഇതിന്റെ ഒപ്പം തന്നെയുള്ള PG ഉണ്ട്. ആ PG-നെ കുറിച്ചുള്ള സംശയമാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത്. അതേക്കുറിച്ച് എനിക്കറിയാം. ഇനി MBA PG എടുക്കണോ ഡിപ്ലോമ എടുക്കണോന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. കേട്ടോ അർജുൻ? ഓക്കെ, മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഇങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിലേ, ഞാൻ വേറെ എന്തെങ്കിലും സംശയം ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഇങ്ങനെയുണ്ടെങ്കിൽ ഇനി നമുക്ക് ക്ലാസ്സിൽ എന്നോട് ചോദിക്കാം. പക്ഷെ ഞാൻ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റ് തരാം കേട്ടോ. അപ്പൊ അതനുസരിച്ച് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ലീവ് പോകാം. അവരുടെ ക്ലാസ് നമുക്ക് വെറുതെ തടസ്സപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അർജുന്റെ സംശയം എനിക്ക് തോന്നുന്നു MBA-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയമാണ്. ഐ തിങ്ക് അത് നമുക്ക് കുറച്ചുകൂടി നിങ്ങൾ ആരെങ്കിലുമായിട്ട് കൺസൾട്ട് ചെയ്ത് അതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്ക്. ഓക്കെ, now നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തിയത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 3. നമ്മൾ പറഞ്ഞു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഓൾസോ ക്ലാസിഫൈഡ് അഗെയിൻ അല്ലെ. ഇതിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ് എന്താണെന്നൊക്കെ. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ. അതിനെ വീണ്ടും 4 ക്ലാസിഫൈ ചെയ്തിരുന്നു. അതായത് തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. അതില് തെറാപ്യൂട്ടിക്കിൽ വരുന്നത്, അതായത് നമ്മുടെ ചികിത്സയുമായി നേരിട്ട് ബന്ധമുള്ള ചില ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയാലോ ഹോസ്പിറ്റലിൽ ഡെയിലി പോയി വന്നാലും ഒക്കെ നമ്മൾ ഈ പറയുന്ന ഡോക്ടറെ കണ്ടതുകൊണ്ട് മാത്രം നമ്മളുടെ രോഗമേതാകില്ല. ഈ പറയുന്ന കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വി ആർ ഓൾസോ ഗോ ഫോർ ദാറ്റ്. അതിലൂടെ നമ്മൾ
നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തണം, സമയം കണ്ടെത്തണം, മരുന്ന് കഴിക്കണം, ഫിസിയോതെറാപ്പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, ഡയറ്റ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, ഓൾ ദീസ് ടുഗദർ ഇതെല്ലാം കൂടി ചേർന്നാലാണ് വി ക്യാൻ ക്യൂർ അവർ ഡിസീസ്. നമ്മുടെ രോഗത്തെ നമുക്ക് എന്താ പറയാ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. എന്താ മനസ്സിലാകാത്തത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒരാഴ്ചയിൽ ഒരു ക്ലാസ് എനിക്കുള്ളൂ, അതുകൊണ്ട് അതൊന്ന് റീകോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാ. ഓക്കെ, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ജനറൽ. ജനറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലില് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ജനറൽ. നമ്മൾ വരുന്ന രോഗികൾക്ക് അവർക്ക് ചിലപ്പോൾ ഇൻപേഷ്യന്റ് ആകാം, അല്ലെങ്കിൽ എന്താ പറയാ ഔട്ട് പേഷ്യന്റ്, എല്ലാ ദിവസവും വന്ന് പോകുന്ന പേഷ്യൻസ് ആകാം. എനിവേസ് ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും മറ്റ് ചില ഡിപ്പാർട്ട്മെന്റ് കൂടി ഇവരുടെ ചികിത്സ പൂർണ്ണമാകാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആക്കാൻ വേണ്ടി കുറെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ സഹായിക്കുന്നുണ്ട്. ആ വിഭാഗത്തിൽ വരുന്ന കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ്, to keep the house and its premises, hospital and its premises neat and ഹോസ്പിറ്റലിലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹൗസ് കീപ്പിംഗ്. കിച്ചൺ ഓർ ക്യാൻറ്റീൻ in which the food is prepared according to the diet of the patients. പേഷ്യൻസിന്റെ ഡയറ്റ് പ്രകാരം ഒക്കെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് കിച്ചൺ അല്ലെങ്കിൽ ക്യാൻറ്റീൻ. ലോണ്ടറി നമ്മൾ പറഞ്ഞതാണ്, അതായത് അവിടെ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ലിനൻസ് ആയിക്കോട്ടെ, പേഷ്യൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ ആ ഒരു തുണിത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഓരോ പ്രൊസീജിയർ കഴിയുമ്പോൾ വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കണം. അതർവൈസ് ഇറ്റ് വിൽ ബി infected and it will contaminate the disease from one patient to another. അല്ലെ, എന്ത് പറ്റും? ഇതൊക്കെ കഴുകാനും വൃത്തിയാക്കാതെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കുള്ള രോഗം മറ്റൊരാളുകളിലേക്ക് പകരാൻ എത്രയും പെട്ടെന്ന് പകരാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലമാണ് ഹോസ്പിറ്റൽസ്. സെക്യൂരിറ്റി. സെക്യൂരിറ്റി എന്താണ്? ഹോസ്പിറ്റൽസിന്റെ ഓൺഗോയിങ് പ്രോസസ് ഒക്കെ, ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ് ഒക്കെ വണ്ടിയും വാഹനവും ഒക്കെ ആയിട്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതൊക്കെ എവിടെ പാർക്ക് ചെയ്യണം, അതിനൊക്കെ ഡിറക്ട് ചെയ്ത് വിടാൻ ഹോസ്പിറ്റൽസിന്റെ ഓരോ ഫ്ലോറിലും തിക്കും തിരക്കും പേഷ്യൻസ് ഒക്കെ ഉണ്ടാക്കാതെ അവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യാൻ ഒക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മെയിൻ്റനൻസ് ഓഫ് ഓൾ എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീനറീസ്. ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുന്ന ഒരുപാട് മെഷീനറീസും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അല്ലെ, AC ആകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള മെഷീൻസ്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റില് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന മെഷീൻസ്. ഇപ്പൊ ഉദാഹരണം കാർഡിയോളജി വിഭാഗത്തില് TMT മെഷീൻ ഉണ്ടായിരിക്കാം, echo machines. All these machines have to operate well. ഇതെല്ലാം ശരിയായി പ്രവർത്തിച്ചാൽ മാത്രമേ രോഗികൾക്ക് ഡിലേകൾ ഉണ്ടാകാതെ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പേഷ്യൻസിനെ പെട്ടെന്നൊക്കെ നോക്കിയൊക്കെ വിടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിലാക്കി, അതായത് കൃത്യമായി പ്രവർത്തന നിരതമാക്കി വെക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻ്റനൻസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മോർച്ചറി. അതായത് ജനറൽ വിഭാഗത്തിൽ മറ്റൊരു വിഭാഗമാണ് മോർച്ചറി, ഇൻ വിച്ച് ദ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ടെമ്പററിലി, അല്ലെ, വളരെ കുറച്ച് താൽക്കാലികമായിട്ട് സമയത്തേക്ക്, ചിലപ്പോൾ 1-2 ദിവസത്തേക്കൊക്കെ വേണ്ടി മാത്രം ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മളുടെ സപ്പോർട്ടീവിന്റെ ജനറൽ വിഭാഗത്തിൽ വരുന്നതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, ഞാനൊന്ന് ജസ്റ്റ് റീകോൾ ചെയ്തതാ. അതിനിടയ്ക്ക് ആരോ ഇവിടെ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. ഇത് ഓൾറെഡി മനസ്സിലായി പോയ ക്ലാസ് ആണ്, അല്ലേ? ഇവിടെ വരെ വരുന്നതാണ്, ഒന്ന് പേര് പറഞ്ഞെങ്കിലും ഇവിടെ വരെയല്ലേ? എന്റെ ഓർമ്മ അവിടെ വരെയാണെന്നാണ്. ഓക്കെ, then the third one, third classification of supportive department. ഇനി സപ്പോർട്ടീവില് വീണ്ടും മൂന്നാമതൊരു ക്ലാസിഫിക്കേഷൻ വന്നത് ഡയഗ്നോസ്റ്റിക് മീൻസ് അതിന്റെ പേഷ്യൻസ് ചിലപ്പോൾ വരുമ്പോൾ ഡോക്ടേഴ്സിന് they cannot identify what the problem of the patient is, what is their illness or what are the causes of their illness. രോഗിനെ കാണുമ്പോൾ തന്നെ പരിശോധനയിലോ ഒന്നും ചിലപ്പോൾ വെറുതെ പരിശോധിച്ച് നോക്കിയാലൊന്നും ഡോക്ടേഴ്സിന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്താണ് രോഗം. സോ ടു മേക്ക് ഷുവർ the reason about their illness, പേഷ്യൻസിന്റെ രോഗത്തിന്റെ കാരണത്തെ കുറിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്? ചില ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വിഭാഗമാണ് ഡയഗ്നോസ്റ്റിക്. ആൻഡ് ഡയഗ്നോസ്റ്റിക്കില് 2 വിഭാഗമായിട്ട് വീണ്ടും തിരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ലബോറട്ടറി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റേഡിയോളജി. ലബോറട്ടറി എന്താ? ലാബിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വല്ല ബോഡി ഫ്ലൂയിഡ്സ്, ബ്ലഡ് ആകാം, അല്ലെങ്കിൽ യൂറിൻ ആകാം, മറ്റ് ഫേസസ് ഒക്കെ, സ്റ്റൂൾ ഒക്കെ, ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. അത് ലാബ് ടെസ്റ്റ്. അതായത്
ഹോസ്പിറ്റൽസിലെ ലാബിൽ വെച്ചിട്ട് ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി ശരീരത്തിൽ നിന്നെടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലബോറട്ടറി ഈസ് ഓൾസോ വെരി യൂസ്ഫുൾ ഇൻ ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ലാബ്. കാരണം അവിടുത്തെ റിസൾട്ട് നോക്കിയാലേ ചിലപ്പോ ഡോക്ടേഴ്സിന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ഇന്നതാണ് രോഗം എന്ന്. ആളെ കണ്ടാൽ ചിലപ്പോ മനസ്സിലായെന്ന് വരില്ല. പനി പല രീതിയിലുണ്ട് അല്ലെ. ആ പനി ചിലപ്പോ വൈറൽ ഫീവർ ആണെന്ന് തോന്നി അതനുസരിച്ച് ചികിത്സ കൊടുക്കും. പക്ഷെ അഗെയിൻ ആഫ്റ്റർ 2 days the patient is again coming to the hospital. പനി മാറിയിട്ടില്ല, വീണ്ടും വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യണം, ഇന്നതാകാം ചിലപ്പോൾ കാരണം ഇതല്ലായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ടെസ്റ്റിന് വേണ്ടി കൊടുക്കുന്നു. അതൊക്കെ ലാബിൽ പോയിട്ട് നമ്മളത് കൊടുത്ത് അതിന്റെ റിസൾട്ട് നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് അതിന്റെ ബാക്കിയുള്ള ചികിത്സ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, റേഡിയോളജി ഓൾസോ കംസ് അണ്ടർ ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡയഗ്നോസ്റ്റിക്കിൽ വരുന്ന മറ്റൊരു കാര്യമാണ് റേഡിയോളജി. റേഡിയോളജി എന്താ? നേരത്തെ പറഞ്ഞു, ലാബിലാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്തുനിന്ന് എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്, ബ്ലഡ്, സ്റ്റൂൾ ഇതൊക്കെ എടുത്തിട്ട് പരിശോധിക്കുന്നു അല്ലെ. അതല്ലാതെ ശരീരത്തിന്റെ അകത്തേക്ക് കടത്തിവിട്ടിട്ട് ശരീരത്തിന്റെ അകത്തേക്ക് റേസ് കടത്തിവിട്ടിട്ട്, അതായത് രശ്മികൾ എക്സ്റേ ഒക്കെ അതിനകത്ത് വരും, സ്കാനിങ് ഒക്കെ ഇതിനകത്ത് വരും. അപ്പൊ അവിടുന്ന് ഇവിടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കല്ല എടുക്കണം, നമ്മുടെ ശരീരത്തിലേക്ക് പല രീതിയിലുള്ള എക്യുപ്മെന്റുകളൊക്കെ പാസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അതിന്റെ ഇമേജസ് സ്ക്രീനിലൊക്കെ പതിപ്പിച്ച് അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു രീതി. ദാറ്റ് ഈസ് റേഡിയോളജി. അപ്പൊ ഡയഗ്നോസ്റ്റിക് 2 രീതിയിലുണ്ട്. ലാബോറട്ടറി ഡയഗ്നോസ്റ്റിക് രീതിയുമുണ്ട്, അതുപോലെ തന്നെ റേഡിയോളജി ഡയഗ്നോസ്റ്റിക് രീതിയുമുണ്ട്. ക്ലിയർ ആയോ? തേർഡ് വൺ മനസ്സിലായോ? പെട്ടെന്ന് പറയണേ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഇൻഫോർമേറ്റീവ്. എന്താ ഇനി സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലെ നാലാമത്തെ പറഞ്ഞല്ലോ, തെറാപ്യൂട്ടിക്, general, diagnostic and informative. Informations regarding the medical resources and also IT, information technology ഉപയോഗിച്ച് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇന്ന് നമുക്ക് ഏത് ഓർഗനൈസേഷനിലും, ഹോസ്പിറ്റൽ മാത്രമല്ല ഏത് ബിസിനസ് സ്ഥാപനങ്ങളിലും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയാ കാണാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഡാറ്റാസ് ആർ സേവ്ഡ് ആൻഡ് സെക്യൂർഡ് ഇൻ സ്മോൾ ഫയൽസ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സിൽ ഇതൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് സേവ് ചെയ്ത് ഫയലുകളിൽ സെക്യൂർഡ് ആയിട്ട്, എന്ന് വെച്ചാൽ അത് പല രീതിയിലും ആളുകൾ എടുത്ത് മിസ്യൂസ് ചെയ്യാതൊക്കെ ഇരിക്കാൻ കൃത്യമായി സെക്യൂർ സേഫ് ആക്കി വെക്കുന്ന ഒരു രീതി അല്ലെ. ഹോസ്പിറ്റൽസിൽ ഓൾസോ എന്തുണ്ട്, ഹോസ്പിറ്റൽ ഹാവ് ഇഷ്ടം പോലെ മെഡിക്കൽ റിസോഴ്സസ് ഉണ്ട്. അവിടുത്തെ എന്താ പറയാ എക്യുപ്മെന്റുകള്, മെഷീൻസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്, അവരുടെ എംപ്ലോയീസിന്റെ ഡാറ്റാസ്, all these things, and also the patients' names and also their identification numbers. അവരുടെ പേഷ്യൻസിനെ കുറിച്ചും പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കോഡ് അല്ലെങ്കിൽ നമ്പർ, ഇതെല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഇൻഫോർമേറ്റീവ്. അത് 2 ആയിട്ടുണ്ട്. ഒന്ന് മെഡിക്കൽ റിസോഴ്സസ്, ഹോസ്പിറ്റലിലെ റിസോഴ്സസ് മാത്രം, അത് ഹ്യൂമൻ റിസോഴ്സസ് ആകാം, അവിടുത്തെ മറ്റ് എക്യുപ്മെന്റുകൾ, മെറ്റീരിയൽസ്, മെഷീൻസ് ഒക്കെ ആകാം. അത് കൂടാതെ IT, ഇൻഫർമേഷൻ ടെക്നോളജി, ദാറ്റ് മീൻസ് ദ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ദ പേഷ്യൻസിന്റെ പേര്, അഡ്രസ്, മറ്റു കാര്യങ്ങൾ, അവരുടെ രോഗവിവരങ്ങൾ, അതിനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗം. അപ്പൊ ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചാലാണ് പിന്നീട് ദേ ക്യാൻ യൂസ് ഇറ്റ്. ആ ഡാറ്റ ഉപയോഗിച്ചവർക്ക് പല കാര്യങ്ങളും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പർപ്പസിന് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമുക്ക് എന്ത് കാര്യവും നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. പണ്ടൊക്കെ മനുഷ്യന്മാർ എവിടെ സേവ് ചെയ്തിരുന്നു, അവരുടെ ഓർമ്മയിൽ സേവ് ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. ഒന്നിന് പിറകെ ഒന്നായ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മൾ മറന്നു പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എഴുതി വെച്ചാലാണ് അത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. പണ്ട് ആൾക്കാര് കുറെ കൂടി കഴിഞ്ഞപ്പോ എഴുത്തും വായനയൊക്കെ അറിഞ്ഞൊക്കെ തുടങ്ങിയപ്പോൾ അവർ പുസ്തകങ്ങളും മറ്റൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ കുറച്ചുകൂടി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീഡിയാസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ, മൊബൈലുകൾ, അതൊക്കെ ഉപയോഗിച്ചാണ് ഇന്ന് പല കാര്യങ്ങൾ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പിക്ക് എടുക്കും, എന്നിട്ട് അത് അവിടെ ഓൾറെഡി നമ്മളുടെ ആ ഗ്യാലറിയിൽ ഒന്ന് സേവ് ആയി കിടക്കും. എന്തിനാ, അതെടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് പറയാം ഇന്ന സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോയാണെന്ന് പറയാം ഇല്ലേ. അതുപോലെ മോസ്റ്റ് ഓഫ് ദ ഇൻഫർമേഷൻസ് ആർ നൗ സെർവ്ഡ് ത്രൂ IT, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം സേവ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ. ക്ലിയർ ആയോ? സപ്പോർട്ടീവിൽ വരുന്ന 4 ക്ലാസിഫിക്കേഷൻസും ഈ 4 എണ്ണത്തിലും വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെയാണ്. ഓക്കെ, then moving to the next third classification of ഹോസ്പിറ്റലിന്റെ 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. തീർച്ചയായിട്ടും അഡ്മിനിസ്ട്രേഷൻ ആണ് നടക്കുന്നത്
എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ മീൻസ് മാനേജ്മെന്റ്. വാട്ട് ദേ ആർ മാനേജിങ്. ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ രീതിയിലുള്ള മാനേജ്മെന്റ് ആവശ്യമുണ്ട്? ഫസ്റ്റ് വൺ, ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ, ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗം. എന്നുവെച്ചാൽ ഹോസ്പിറ്റലിനെ മൊത്തത്തിലൊക്കെ ഒന്ന് മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ ഏകദേശം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ഓക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ ഓവറോൾ നമുക്ക് മാനേജ് ചെയ്യണം. ഹോസ്പിറ്റലിന്റെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്സ്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഹോസ്പിറ്റലിന്റെ എവിടെയൊക്കെ നമ്മളുടെ ശ്രദ്ധ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് പറയാൻ പറ്റില്ല. ആസ് എ ഹോൾ മൊത്തത്തിലാണ് നമുക്ക് ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ആ മാനേജ്മെന്റ്. സെക്കൻഡ് വൺ, ഫിനാൻസ് മാത്രം മാനേജ് ചെയ്യുന്നത്. ഫിനാൻസ് എന്താ? The income which is received from the patients and how is it expended. നമ്മള് പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന കാശ് അതെന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, ഇതൊക്കെ കാര്യങ്ങൾ, അതിന്റെ വരവും ചെലവൊക്കെ നോക്കി അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന, അതിനെ മാനേജ് ചെയ്യുന്ന അല്ലെ. സാധനങ്ങൾ വാങ്ങിക്കണം, മെഡിസിൻസ് വാങ്ങിക്കണം, ഫാർമസിയിൽ വേണ്ടിയിട്ട് പല എക്യുപ്മെന്റുകൾ വാങ്ങിക്കണം, പുതിയ പുതിയ ഗവൺമെന്റുകൾ കൊണ്ടുവരണം അല്ലെ. എന്നും ഒരേ രീതിയിൽ തന്നെയാണോ ഹോസ്പിറ്റൽസ്? ഏതെങ്കിലും ഒരു വർഷം നമ്മൾ പോയിരിക്കുന്ന ഹോസ്പിറ്റൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ചെല്ലുമ്പോൾ വി ക്യാൻ സീ മോസ്റ്റ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ഹാവ് ചേഞ്ച്ഡ്. അവിടുത്തെ ചുവരുകൾക്കും പല കാര്യങ്ങൾക്കും പല മാറ്റങ്ങൾ വന്നത് കാണാം. കാരണം അവർ ഈച്ച് ആൻഡ് എവറി ഇയറിൽ ഇവർ കിട്ടുന്ന ഈ പൈസയൊക്കെ വരുന്ന പേഷ്യൻസിനെ കുറച്ചുകൂടി അവർക്ക് കൺവീനിയന്റ് ആകുന്ന രീതിയിൽ, കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുക, അവര് എന്താ പറയാ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവർക്ക് കെയർ കൊടുക്കുക. നമുക്കറിയാം രോഗി ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് രോഗവുമായിട്ടാണ്. സോ അവർക്ക് അവരുടെ മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും രോഗവുമായിട്ട് ചെല്ലുന്ന സമയത്ത്. സോ അവിടെ വരുന്ന പേഷ്യൻസിനെ കൃത്യമായിട്ട് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അവരുടെ ഇൻകം ഉപയോഗിച്ച് വെറുതെ കാശുണ്ടാക്കി എന്താ പറയാ പേഷ്യൻസിനെയൊക്കെ ബുദ്ധിപിടിച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. അത് അവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടി കൂടി മാക്സിമം അതിന്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഉപയോഗിക്കണം. പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരട്ടെ, പുതിയ പുതിയ മെഷീൻസ് കൊണ്ടുവരട്ടെ. എന്നും പണ്ടത്തെ മെഷീൻ തന്നെ ഉപയോഗിച്ച് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ ആളുകളുടെ എണ്ണം കുറയും, കസ്റ്റമേഴ്സിന്റെ മീൻസ് ദ പേഷ്യൻസിന്റെ എണ്ണം കുറയും. അപ്പൊ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസിലേക്ക് പോകാനാണ് അല്ലെങ്കിൽ കൊണ്ടുപോകാനാണ്. പ്രിയപ്പെട്ടവരൊക്കെ ഭയങ്കര സീരിയസ് കണ്ടീഷൻസിൽ വരുമ്പോൾ അവരെ അങ്ങോട്ടേക്ക് ആൾക്കാർ കൊണ്ടുപോകുള്ളൂ അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കി. സോ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അവസാനത്തെ എന്താ? ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഹ്യൂമൻ റിസോഴ്സ് ആരാ? ദ മാൻ പവർ ഓഫ് എനി ഓർഗനൈസേഷൻ. ഏത് ബിസിനസ് സ്ഥാപനത്തിലെയും മാൻ പവർ. ഇവിടെ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാവരും കൂടി എന്ന് വെച്ചാൽ എല്ലാ എംപ്ലോയീസിനും ഒരുമിച്ച് പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽസിലും ഇഷ്ടംപോലെ എംപ്ലോയീസ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, മറ്റ് സ്റ്റാഫുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ക്ലീനിങ് സെഷനിലുണ്ട്. നമ്മൾ പറഞ്ഞില്ല ഈ കുറെ ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞില്ലേ, ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പ്രവർത്തിപ്പിക്കാൻ അവിടെ എന്തായാലും എംപ്ലോയീസ് ഉണ്ട്. ഇവരെല്ലാവരെയും കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ്. സോ ദേ ഹാവ് ടു ബി മാനേജ്ഡ് വെൽ. ഇവിടെയുള്ള എല്ലാ എംപ്ലോയീസിനെയും കൃത്യമായി മാനേജ് ചെയ്യണം. അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരുടെ റിക്രൂട്ട്മെന്റ്, പുതിയ ആളുകളെ നിയമിക്കുന്നു, അവർക്ക് ജോലി അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ഏതൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു, അവരുടെ സാലറിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അവരുടെ റിട്ടയർമെന്റിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെ, ട്രെയിനിങ് ഉണ്ടെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യങ്ങൾ, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ഹോസ്പിറ്റൽസിലും ഈ പറയുന്ന എല്ലാം തന്നെ എംപ്ലോയീസുമായിട്ട് നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസിലെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഹോൾ ഓഫ് ദ ഹോസ്പിറ്റലില് ഫിനാൻസിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത്. ഈ മൂന്നായിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു തേർഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഞാൻ പോകുകയാണ് അടുത്ത പേജിലേക്ക്. ബിക്കോസ് ഈ ഒരു പേജിൽ വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹോസ്പിറ്റലിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓർക്കുക. ഏതൊക്കെയാണ്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെ? OPD, IPD. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ? ജനറൽ, തെറാപ്യൂട്ടിക്, ജനറൽ, ഇൻഫോർമേറ്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. ഇതിനകത്ത് വീണ്ടും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് ഏതെല്ലാം? ലബോറട്ടറി, റേഡിയോളജി. ജനറലിൽ വരുന്നത് ഏതൊക്കെയാ? CSSD, അതുപോലെ തന്നെ കിച്ചൺ, ലോണ്ടറി, മെയിൻ്റനൻസ്, മോർച്ചറി, അതൊക്കെ അല്ലെ CSSD. ഇതൊക്കെ ആണ് അതിനകത്ത് വരിക. പിന്നെ ഇൻഫോർമേറ്റീവിലും വരുന്നത് ഏതൊക്കെയാ? നമ്മളുടെ മെഡിക്കൽ റിസോഴ്സസും IT. മനസ്സിലായി? IT എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് തേർഡ് ക്ലാസിഫിക്കേഷൻ. അത് വീണ്ടും മൂന്നായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഓക്കെ,
സോ അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ആ ടേബിൾ കൃത്യമായിട്ട് മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വി സെഡ് ദാറ്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും ഒന്നാമത്തേതുമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് തരംതിരിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ വാട്ട് സർവീസ് ആർ ദേ പ്രൊവൈഡിങ്, എന്ത് സേവനമാണ് അവര് കൊടുക്കുന്നത് എന്നുള്ളതാണ് അർത്ഥവ്യക്തി വന്നേക്കുന്നത്. മനസ്സിലായല്ലോ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ, അതിൽ ആ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അത് ഏതൊക്കെയാണെന്നാണ് ഇൻപേഷ്യന്റ് സർവീസും ഔട്ട് പേഷ്യന്റ് സർവീസും. മനസ്സിലായോ? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് ഇൻപേഷ്യന്റ് സർവീസ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് സർവീസ്. മനസ്സിലായോ? സോ ഏതൊക്കെയാണ് ഈ ഇൻപേഷ്യന്റ് സർവീസസിൽ വരാം? അതായത് അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ്? ലെറ്റ്സ് സീ ദ ഫസ്റ്റ് വൺ ഈസ് പേഷ്യന്റ് റൂംസ്. കിടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അവർക്ക് വേണ്ടി റൂംസ് അവൈലബിൾ ആയിരിക്കണം. ഇല്ലാത്ത റൂമിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാര്യങ്ങളോ, അവർക്ക് റൂംസ് അവൈലബിൾ അല്ല. If the rooms are not available, the doctor is not capable of admitting the patient. Patientനെ കഴിയില്ല. പറ്റുമോ? അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റൂംസ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ പേഷ്യന്റ് വാർഡ്സ്, ചിലർക്കാണ് റൂം ചിലപ്പോൾ അത്രയും നിവർത്തിയില്ലാത്ത ആൾക്കാർ വാർഡ് മതി. ആ വാർഡിലായാലും അവർക്ക് ഓക്കെ ആണെങ്കിൽ കൺവീനിയന്റ് ആണെങ്കിൽ വാർഡിൽ സ്ഥലം ഉണ്ടായിരിക്കണം. വാർഡിലാണെങ്കിലും അതിന് ആവശ്യത്തിന് ബെഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഇതൊക്കെ ഇൻപേഷ്യൻസിന് കിട്ടുന്ന സേവനങ്ങളാണ്. ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU, അതും കിടത്തി ചികിത്സിക്കുന്നവർക്കല്ലേ ഇൻപേഷ്യന്റ് മാത്രമല്ലേ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ആവശ്യമുള്ളൂ അല്ലെ? ആലോചിച്ച് നോക്കിയാൽ നിങ്ങള് കുറച്ച് നമ്മളോട് ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിക്കുക കേട്ടോ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, അതും അതെ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യണം. ഇന്ന് വന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് നാളെ ഓപ്പറേഷൻ, അങ്ങനെയൊക്കെയല്ലേ പറയാം. മറ്റന്നാൾ ലീവ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഓപ്പറേഷൻ തിയേറ്റർ ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളിൽ പെടുന്നതാണ്. ഓക്കെ, ലേബർ റൂം അറിയാം. അതായത് സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ലേബർ റൂമിൽ, ഡെലിവറിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അവിടെയും അതും ഇൻപേഷ്യൻസിന് വേണ്ടിയിട്ട് അവരെ കിടത്തുന്നു, അവർക്ക് വേണ്ടിയിട്ട്. മെറ്റേണിറ്റി വാർഡ്സ്, അമ്മയായി കഴിഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ചില വാർഡുകൾ മാത്രമായിട്ടുണ്ട്. കാരണം പബ്ലിക് ആയിട്ടുള്ള വാർഡിലാകുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ സ്ത്രീകളെ ഫേസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു വാർഡൊക്കെ പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ എപ്പോഴും ഈ പുരുഷന്മാരൊക്കെ എപ്പോഴും ഇങ്ങനെയൊക്കെ കയറി വരുന്ന വാർഡായതുകൊണ്ടാണ്. റൂമാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് അവരുടേതായ പ്രൈവസി കിട്ടും. അതർവൈസ് അവർക്ക് വേണ്ടി മാത്രമായിട്ട് വാർഡിന്റെയിൽ ഒരു നിശ്ചിത പർട്ടിക്കുലർ ടൈം മാത്രം പ്രൊവൈഡ് ചെയ്താൽ അങ്ങനെയൊക്കെയാണ് അത് ഹോസ്പിറ്റൽസിൽ. അതിനൊക്കെ ടൈമിംഗ് ഒക്കെ ഉണ്ട്. അല്ലാത്ത സമയത്ത് അവർക്ക് അനുവദനീയമല്ല അത്ത രീതിയിൽ. ഓക്കെ, മെറ്റേണിറ്റി വാർഡ്സ് ഇറ്റ്സ് ഓൾസോ പ്രൊവൈഡഡ് ബൈ അവർ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഇതെല്ലാം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻപേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളാണ്. ഏതൊക്കെയാ പറഞ്ഞേ? പേഷ്യന്റ് റൂം, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, ലേബർ റൂംസ് ആൻഡ് ഓൾസോ മെറ്റേണിറ്റി വാർഡ്സ്. ഇതൊക്കെ ഇൻപേഷ്യൻസിന്. ഔട്ട് പേഷ്യന്റിനും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കുറെ സേവനങ്ങൾ നൽകുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കാഷ്വാലിറ്റി, എന്താ കാഷ്വാലിറ്റി? അത്യാഹിത വിഭാഗം അല്ലെ? എന്താ മനസ്സിലാകാത്തത്? അനുശ്രീ ഹലോ, എന്താ മനസ്സിലാകാത്തത്? എന്താ എനിബഡി എൽസ്? വേറെ ആർക്കെങ്കിലും ഉണ്ടോ മനസ്സിലാകാത്തത്? ഇതൊക്കെ പോയിന്റ് വെറുതെ ഞാൻ വായിക്കുന്നുള്ളൂ. ഇതിന്റെയൊക്കെ വലിയ വലിയ ചാപ്റ്ററുകളായിട്ട് ഓരോ ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നില്ലേ എന്നാണ് പറയുന്നത് എല്ലാവരും? ഹലോ, ഓക്കെ ആണെന്ന് പറയുന്നല്ലോ. മനസ്സിലാവുന്നുണ്ട്. അനുശ്രീ, വാട്ട് ഹാപ്പൻസ്? എന്താ അനുശ്രീ പറയുന്നേ? ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളല്ലേ? ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റോട് ഈ സ്പീഡായി പോയിരുന്നോ? മനസ്സിലാകുന്നുണ്ടെന്നാണ് എല്ലാം മിക്കവരും പറയുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് ആദ്യത്തെ ക്ലാസ്സിൽ കയറിയിരുന്നോ? ഫസ്റ്റ് ക്ലാസ്സിൽ കയറിയോ അനുശ്രീ? ശരി, എന്റെ ഒപ്പം ഒന്ന് വരണം. ഓക്കെ. അതായത് എന്റെ സംസാരത്തിലെ സ്പീഡുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായിരുന്നോന്ന് മതി.
ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, അത് സ്റ്റാർട്ടിങ് പറഞ്ഞത് സ്പീഡിൽ പറഞ്ഞു എന്തുകൊണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്ത ഭാഗമാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി, കാരണം 1 വീക്ക് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ കാണുന്നേ. അതുകൊണ്ട് തുടക്കം പറഞ്ഞ കാര്യം ഇത്തിരി സ്പീഡിൽ പറഞ്ഞു, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ പതുക്കെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അത് ക്ലാസ്സിൽ എടുത്തു പോയതാ. നിങ്ങളെ കൊണ്ടൊന്ന് റീകോൾ ചെയ്ത് നിങ്ങൾ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞു മാത്രം. അടുത്ത ദിവസം ഈ അങ്ങനെ ഞാൻ പറയണില്ല, എവിടെ നിർത്തുന്നു അതിന്റെ അടുത്ത പോയിന്റിൽ ഞാൻ പറയുള്ളൂ. കാരണം അത് ഞാൻ ഓടിച്ചേ പറയുള്ളൂ, കാരണം അത് ക്ലാസ് കഴിഞ്ഞു പോയ കാര്യമാണേ. ഓക്കെ, ഓക്കെ, നോക്ക്. അപ്പൊ ഇല്ലേ, നമ്മള് ഒന്ന് എന്റെ സംസാരം ഇതിൽ സ്പീഡാണ്, ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ. അത് സ്പീഡ് എന്റെ എന്താ പറയാ സംസാരത്തിലാണ്, പക്ഷെ മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോ, കുഴപ്പമില്ല. ഇൻഫോർമേറ്റീവ് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ലാസ്റ്റ് പറയാം കേട്ടോ. ഇപ്പൊ നമ്മളൊന്ന് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്താൽ പറ്റില്ല. അപ്പൊ എന്താ കാഷ്വാലിറ്റി? കാഷ്വാലിറ്റി എന്താ? അത്യാഹിത വിഭാഗം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും അതിന് പേരുണ്ട് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് ഏകദേശം ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ. ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ എന്താ പറയാ ഗേറ്റ് കടന്ന് അകത്തോട്ട് കയറുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി. കാരണം ഇതുപോലെയുള്ള ഭയങ്കര സീരിയസ് ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ പ്രവേശിപ്പിക്കേണ്ട സ്ഥലം ഏറ്റവും കൂട്ടിക്കൊണ്ടു വെച്ചാൽ നടക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും എൻട്രൻസിന്റെ സ്ഥലത്തൊക്കെ തന്നെയാണ് ഇത് കാണാം. അത്യാഹിത വിഭാഗം, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത് കാണാം. കാർഡിയോളജി എന്താ? കാർഡിയോളജി എന്തിനായിരിക്കും? കാർഡിയോളജി ടു ട്രീറ്റ് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ്, നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. ഇതൊന്നും നമ്മൾ ഇവിടെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതിന്റെ എക്സ്പ്ലനേഷൻ, ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ താഴെ പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വിശദമായി പറയും. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ വാക്ക് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് മാത്രം അറിയാൻ വേണ്ടി പറയുന്നു എന്നുള്ളൂ. ഓക്കെ, ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? ഓ മൈ ഗോഡ്, യെസ്. അപ്പൊ എന്താ? കാർഡിയോളജി ഹാർട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾക്ക്, ഇത് നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദന, അതുപോലെ തന്നെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ പറയാ ബ്ലോക്ക് വരിക അല്ലെ, പേസ് മേക്കർ ഒക്കെ വയ്ക്കുന്നതൊക്കെ, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ഓരോരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഡെർമറ്റോളജി ആണ്. ഡെർമറ്റോളജി എന്താ? നമ്മുടെ സ്കിൻ, ഹെയർ, നെയിൽസ് ഇതിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന വിഭാഗം ഡെർമറ്റോളജി. പണ്ടൊക്കെ സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ പോയിരുന്നത് അല്ലെ. ത്വക്ക് രോഗങ്ങൾ, ത്വക്ക് ചൊറിച്ചില്, മാന്തില്, അല്ലെങ്കിൽ എന്തെങ്കിലും പാടുകൾ വരിക. ഇന്നതല്ല, ഇന്ന് ഒരു വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റുകളാണ് ഡെർമറ്റോളജി വിഭാഗത്തിൽ കൊടുക്കുന്നത്. അതായത് സ്കിന്നിന് മാത്രമല്ല, നമ്മുടെ ഹെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, പിന്നെ നെയിൽസ്, നഖത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നഖത്തിലൊക്കെ ചില അസുഖങ്ങൾ വരുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നവർക്ക് കളർ ചേഞ്ച് ഒക്കെ വരുന്ന ഇങ്ങനെയുള്ളവർക്കും ഇന്ന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിന്റെ എന്താ പറയാ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെർമറ്റോളജി, സ്കിൻ, ഹെയർ, നെയിൽസ്, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. വീണ്ടും അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരണം ഉണ്ട്. ഇയർ, നോസ്, ത്രോട്ട്, ENT എന്ന് നമ്മൾ ഓരോ പേരിൽ വിളിക്കുന്ന ഇയർ, നോസ്, ത്രോട്ട് ഡിപ്പാർട്ട്മെന്റ്. ഇയർ, നോസ്, ത്രോട്ട് ഇവയ്ക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ, ചെവി വേദന, അതുപോലെ തന്നെ മൂക്കടപ്പ്, അതുപോലെ തന്നെ തൊണ്ടവേദന ഒക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ENT-നെയാണ് പോയി കാണിക്കാറുള്ളത്. ആ ഡിപ്പാർട്ട്മെന്റ്. ജെറിയാട്രിക്സ്. ജെറിയാട്രിക്സ് എന്താ? അതായത് കേട്ടോ? പ്രായമായവരെന്നാണ് എഴുതിയിരിക്കുന്നത്. യെസ്, ഓൾഡ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള, ഓൾഡ് ഏജ്, അതായത് ഒത്തിരി പ്രായമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്. അതായത് ഇച്ചിരി പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒബിയസ്ലി നമുക്കറിയാം ശരീരം എന്ന് പറയുന്ന ഒരു മെഷീൻ ആണ് അല്ലെ. ആ മെഷീൻ കുറെ കാലം, ഏതെങ്കിലും ഒരു മെഷീൻസ് നമ്മൾ കൂടുതൽ കാലം ഉപയോഗിക്കുന്നതോ അതിന്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എക്സ്പെക്ടൻസി ഇങ്ങനെ കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ഏകദേശം കളയാറായി. ഇപ്പൊ വാഷിംഗ് മെഷീൻ 20 കൊല്ലം ഉപയോഗിച്ചു, 30 കൊല്ലം ഉപയോഗിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ അർത്ഥം അത്രയും കൊല്ലം ഉപയോഗിച്ചപ്പോ അതിന് പലതരത്തിലുള്ള ഡിപ്രീസിയേഷൻസ് സംഭവിക്കും അല്ലെ, തേയ്മാനമൊക്കെ വരും. മനുഷ്യ ശരീരം അങ്ങനെ തന്നെയാണ്. ഇതിനുള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് ഒരു മെഷീൻ പോലെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രായം കൂടി വരുന്നതോറും അത് ചില എന്ത് കാണിക്കും, ചില തേയ്മാനത്തിൻ്റെതായ ചില കാര്യങ്ങൾ സിംറ്റംസ് ആയിട്ട് കാണിക്കും. എന്താ? നടുവ് വെക്കാൻ പറ്റുന്നില്ല, കൈ പൊക്കാൻ പറ്റുന്നില്ല, കാല് വളയുന്നില്ല, ഇങ്ങനെയുള്ള. അപ്പൊ അവർക്ക് വേണ്ടി മാത്രം, അവർക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഗ്യാസ്ട്രോ എൻട്രോളജി, സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗ്യാസ്ട്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്താൽ മതി, ഗ്യാസ് പറഞ്ഞത് ഫോം ചെയ്യുന്നത് നമ്മുടെ വയസ്സിനകത്താണ് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ജനറൽ സർജറീസ് ആണ്, പലതരത്തിലുള്ള സർജറി ഉൾപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ്.
കോമൺ ആയിട്ട് വരുന്ന ചില സർജറീസ് ആണ്. മിക്കവാറും ഇപ്പൊ നമ്മുടെ വയറിനകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് മിക്കവാറും എല്ലാ രോഗത്തിന്റെയും പ്രധാന കാരണം കിടക്കുന്നത് വയറ്റിലെ എന്തെങ്കിലും അസ്വസ്ഥതകളായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സർജറി അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റ് ഹെമറ്റോളജി. ഹെമറ്റോളജി എന്താ കേട്ടോ? ഹെമറ്റോളജി ഇതൊക്കെ കുറച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഡിപ്പാർട്ട്മെന്റ്. യെസ്, ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ്, അതായത് നമ്മുടെ രക്തത്തിന്റെ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ബ്ലഡിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ട്, ബ്ലഡിന് കൗണ്ട് ഇല്ല, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ WBC ഒക്കെ കൂടുതൽ കുറവ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ശരീരത്തിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ഓർഗൻസ് ഉണ്ടോ ഓരോ ഓർഗൻസിനും പ്രത്യേകം എന്താ പറയുക ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. കുറെയൊക്കെ പുതിയത് വന്നുകൊണ്ടിരിക്കുക. ജെറിയാട്രിക്സ്, ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഓൾഡ് പീപ്പിൾ, പ്രായം ചെന്നവർക്കുള്ളത്. ഓൾഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ പറയാവുന്ന അല്ലാണ്ട് ഉദ്ദേശിച്ച വയസ്സായവർക്ക് വേണ്ടിയിട്ടുള്ളത്. വയസ്സായവർക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടേ. അപ്പൊ ഇത് വെറുതെ നമുക്ക് മനസ്സിലാക്കാൻ അറിയില്ലാത്തവർ വേണമെങ്കിൽ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചോട്ടെ, ഓൾഡ് പീപ്പിളിനുള്ളതാണ്. അപ്പൊ ഹെമറ്റോളജി അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ഒബ്സ്റ്റെട്രിക്സ്. ഒബ്സ്റ്റെട്രിക്സ് കേട്ടിട്ടുണ്ടോ? ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, ഗൈനക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഗൈനക്കോളജിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ സ്ത്രീ സംബന്ധമായിട്ടുള്ള സ്ത്രീയുടെ പ്രത്യുൽപാദനം, റിപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്ത്രീകൾക്ക് പ്രസവിക്കാനുള്ള ഒരു സ്റ്റേജ് തുടങ്ങുന്നത് അവിടെ തുടങ്ങിയൊന്നുമല്ല ഗൈനക്കോളജി തുടങ്ങുന്നത്. ഒരു പെൺകുട്ടി അതിന്റെ എന്താ പറയാ മെൻസ്ട്രുവേഷൻ പീരീഡ് തുടങ്ങുന്ന സമയം മുതൽ അവൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ, ഇന്നിപ്പോ ഒരുപാട് അങ്ങനത്തെ വെറൈറ്റി പ്രശ്നങ്ങളുണ്ട്. ഒന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ പെൺകുട്ടികൾക്ക് എന്താ പറയാ കഴിക്കുന്ന ചിക്കനും അതും ഇതൊക്കെ കഴിച്ച് ഹോർമോൺസിന്റെ ഒക്കെ ഇത് മാറുന്നത് കൊണ്ട് ചില കുട്ടികൾക്ക് ഇത് എന്താ പറയാ മന്ത്ലി അത് കൃത്യമായിട്ട് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഇന്ന് ഒരുപാട് വിഭാഗത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് സ്ത്രീ റിപ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്ത് അപാകതകളെയും ക്ലിയർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. എന്ന് വെച്ചാൽ അമ്മയാകാൻ ഒരുക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് ഈ ഒരു പീരീഡ്സ് ടൈം എന്ന് പറയുന്നത്. അത് ഇറഗുലർ ആകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പെൺകുട്ടികൾ അനുഭവിക്കുന്നത് ഇതൊക്കെ ക്ലിയർ ചെയ്താൽ അല്ലെങ്കിൽ പിന്നീട് കുറെ കഴിയുമ്പോൾ പല രീതിയിലുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുകയും കുട്ടികൾ ഉണ്ടാകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അത് ഏർലി സ്റ്റേജിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ കുട്ടികളെ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എടുത്താൽ മാത്രമാണ് അതൊക്കെ നമുക്ക് എന്താകാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് അതിന്റെ സമയത്തിന് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലും ലാഗ് വരും, എന്താ പറയുക ഡിലേ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടില്ല. ഇനി ഒബ്സ്റ്റെട്രിക്സ് അതിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി മാത്രമാണ്. എന്താ ഇത്? പ്രസവാനന്തരമുള്ള ചികിത്സകളാണ്. ഇന്നും ഒരുപാട് ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രസവാനന്തരം കുട്ടിക്കും അമ്മയ്ക്കും ഒരുപോലെ ചികിത്സ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അല്ലെ. അതായത് പെൺകുട്ടികളൊക്കെ അവരുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ബോഡി സ്ട്രക്ചറിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരും. പക്ഷെ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് പണ്ടത്തേത് പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ പ്രസവാനന്തര ശുശ്രൂഷകൾ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വളരെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഈ പ്രസവാനന്തര ശുശ്രൂഷ കൊടുത്തിരുന്നത്? എങ്ങനെ പ്രസവാനന്തര ശുശ്രൂഷ കൊടുത്തിരുന്നേ? വീട്ടില് എന്താ പറയാ ആരെയും വിളിച്ചു നിർത്തും അല്ലെ. എല്ലാ വല്യമ്മമാരെയും വിളിച്ചു നിർത്തും, കൊച്ചുങ്ങളെ നോക്കാനും അമ്മയെയും കുളിപ്പിക്കാനും അല്ലെ, ചൂടുവെള്ളമൊക്കെ കൊടുത്ത് അവരെ കുളിപ്പിക്കുന്നതും അവർക്ക് എണ്ണ തേക്കുന്നതും കുഴപ്പിടുന്നതും മരുന്ന് കൊടുക്കുന്നതും ഒക്കെ ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പൊ അതിന്റെയൊക്കെ ആളുകളൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അത് സ്വന്തം അമ്മമാരെ ഏറ്റെടുത്തു ആ ഒരു രീതി, അല്ലെങ്കിൽ വീട്ടിലെ അമ്മാമ്മമാരെ ഏറ്റെടുത്തു. ഇപ്പൊ അമ്മാമ്മമാർക്കും ഒക്കെ സമയവും ഇല്ല. അമ്മാമ്മമാരാണെങ്കിൽ അത്രയും പ്രായം വരുന്ന ആരും ഇരിക്കുന്നുമില്ലാത്തത് കൊണ്ട് മറ്റൊരു എന്താ പറയാ ഒരു ഓപ്ഷൻ നമ്മൾ തേടണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ന് വളരെ ബഹുലമായ രീതിയിൽ എന്താ പറയാ ഇത്തരം ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസിനോട് ചേർന്ന് ഒക്കെ നടത്തുന്നുണ്ട്, ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മാസം അപ്പോഴും ചില സ്ഥലത്തൊക്കെ ഉള്ളു, അത്രയധികം കോമൺ ആയിട്ടൊന്നുമില്ല, അധികം ഒന്നും ഇല്ല. പിന്നെ അമ്മമ്മമാര് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവര് ഹെൽത്തി ആണെങ്കിൽ കൊച്ചിനെയൊക്കെ ഒന്ന് എടുക്കാനൊക്കെ പറ്റണ്ടേ, അങ്ങനെയല്ല ഒരിക്കലേ കുളിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് പേടിയാവില്ല, കുഞ്ഞു കൊച്ചാണ്. അപ്പൊ അതിനെയൊക്കെ അമ്മാമ്മയ്ക്ക് എടുക്കാൻ കയ്യും കാലൊക്കെ വിറയ്ക്കാതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആളുകൾ ഇന്ന് ഒബ്സ്റ്റെട്രിക്സ് ഡിപ്പാർട്ട്മെന്റിനെയാണ് ഈ പറയുന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത് ഗൈനക്കോളജിയുടെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, പീഡിയാട്രിക്സ് എന്താ? ഫോർ
ചൈൽഡ് അല്ലെ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശിശുരോഗ വിഭാഗം ഏകദേശം ഒരു 10-15 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ ചികിത്സിച്ച് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ്. ന്യൂറോളജി, നെർവ് സിസ്റ്റം, നമ്മളുടെ എന്താ പറയാ നെർവസ് സിസ്റ്റത്തെ, നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നെർവസ് സിസ്റ്റം ആട്ടോ. NERVOUS, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. ഇപ്പൊ ഞരമ്പ് പെടലി വേദന അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വഴി, അപ്പൊ അതൊക്കെ എന്തെങ്കിലും നെർവിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. ചിലപ്പോ കണ്ണിനൊക്കെ ഒരുപാട് എന്താ പറയാ തലവേദനയ്ക്ക് ഇങ്ങനെ മാറാതേക്ക് നിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ തലവേദനയ്ക്ക് മാത്രം മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ മാറണമെന്നില്ല. അപ്പൊ ന്യൂറോനെയൊക്കെ കാണിക്കാൻ സജസ്റ്റ് ചെയ്യും നമ്മളുടെ ഡോക്ടേഴ്സ്. നമ്മൾ ആരെയാണോ കൺസൾട്ട് ചെയ്യുന്നത് അവർ സജസ്റ്റ് ചെയ്യും. സോ അക്കോർഡിംഗ് ടു ദാറ്റ് അതനുസരിച്ച് നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യുന്നു. അതൊക്കെ തന്നെയാണ് ന്യൂറോളജി. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഓങ്കോളജി എന്താ? യെസ്, ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി. നമുക്കറിയാം. അടുത്തത് ഒഫ്താൽമോളജിയോ? ഒഫ്താൽമോളജി, യെസ്, ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, ഐ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഐ. അപ്പൊ ദീസ് ആർ ദ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഇൻ പേഷ്യന്റ് സർവീസസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് പ്രൊവൈഡഡ് ബൈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻ പേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് സർവീസസും ആണ് നമ്മൾ കണ്ടത്. ഏതൊക്കെ ഇൻ പേഷ്യന്റിൽ വരും, ഏതൊക്കെ ഔട്ട് പേഷ്യന്റിൽ വരുന്ന ക്ലാസിഫൈ ചെയ്ത് തന്നെ പഠിക്കാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോ താഴെ പറയുന്നതിൽ ഏതാണ് ഇൻ പേഷ്യന്റ് സർവീസിൽ വരുന്നത് അല്ലെങ്കിൽ ഏതാണ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ വരാത്ത എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ ഉണ്ടാകും. വെൻ യു ഗോ ത്രൂ യുവർ മോക്ക് ടെസ്റ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അതെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാന്നുള്ളത് മോക്ക് ടെസ്റ്റിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അപ്പൊ അതനുസരിച്ച് രണ്ടും അങ്ങനെ തന്നെ പഠിക്കണം എന്ന്. ക്ലിയർ? ക്ലിയർ അല്ലേ? പറഞ്ഞോട്ടെ അടുത്ത ഭാഗത്തോട്ട്. ആർക്കെങ്കിലും സംശയമുണ്ടോ ഈ ഭാഗത്ത്? അനുശ്രീ, ഇസ് ഇറ്റ് ഓക്കെ? ഈ ഒരു ടേബിൾ മനസ്സിലായോ? അനുശ്രീ, അനുശ്രീ, വെർ ഈസ് അനുശ്രീ? പ്ലീസ് റെസ്പോൺസ്. ഓക്കെ ആണല്ലോ? ഓക്കെ. ആ മറ്റേത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ലാസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് പറയാനുള്ളതുള്ളൂ. ഡൗട്ട് ഇല്ലല്ലോ? വെരി ഗുഡ്. സ്പീഡ് അതിന്റെ ജന്മന ഉള്ളതായിപ്പോയി. ഞാൻ പരമാവധി പറയുമ്പോ സ്പീഡ് കുറയ്ക്കാൻ നോക്കും. ക്ലാസ് ആദ്യത്തെ ക്ലാസ് കേൾക്കുമ്പോൾ പിള്ളേരിങ്ങനെ പറയുള്ളൂ സ്പീഡാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ പറയും സ്പീഡ് ആണെങ്കിലും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. കാരണം ഇത് ഒറ്റ സെൻറ്റൻസ് ഒരു പ്രാവശ്യം പറഞ്ഞ് നിർത്തല്ല, 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇംഗ്ലീഷിലും ചിലപ്പോൾ മലയാളത്തിലും അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഐ തിങ്ക് ഏതെങ്കിലും ഒരു പ്രാവശ്യം തലയിലോട്ട് കയറുമല്ലോ നമ്മുടെ. അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നമ്മളുമായിട്ട് എന്താ പറയാ നമ്മൾ സംസാരിക്കുന്നതുകൊണ്ടാ അങ്ങനെ തോന്നിയത്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഔട്ട് പേഷ്യന്റ് ഇൻ പേഷ്യന്റ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് പറഞ്ഞല്ലോ. സോ പഠിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കിലേക്കാണ് ഇന്ന് നമ്മൾ മൂവ് ചെയ്യുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ആൻഡ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും അതിനകത്ത് അവർ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിച്ചാലോ? പഠിക്കാം. Okay, so outpatient department, which is shorthand as OPD. അതിന്റെ ഷോർട്ട് ഫോം ആണ് OPD എന്ന് പറയും. ഇവിടെ in this department, the people come to the hospital for a day's treatment and not for admission. ഇവിടെ എന്തിനാ ഹോസ്പിറ്റലിൽ വരുന്നത്? ഈ OP വിഭാഗത്തില് ആളുകൾ വരുന്നത് അഡ്മിഷൻ എടുക്കാനല്ല. ഇന്ന് വന്നത് ഡോക്ടറെ കണ്ട എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, ദാറ്റ്സ് ഓൾ. അതിലുള്ളൂ. ഇപ്പൊ നമുക്ക് ചെറിയ ഒരു പനി വന്നു അല്ലെങ്കിൽ ചുമ വന്നു, നമ്മൾ എന്ത് ചെയ്യണം? വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്ക് ഇപ്പോഴത്തെ പനി ആയതുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കില്ല ആരും. വേഗം തന്നെ പനി വരുമ്പോ ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ പോയിട്ട് ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് പോരെ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പോകുന്നു. അപ്പൊ നമ്മൾ അവിടെ അഡ്മിറ്റ് ആകാൻ പോകുന്ന ഒരു സ്ഥലമല്ല എന്ന് ഓർക്കുക ആദ്യം തന്നെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ the patient seek the advice of the physician or doctors for only a certain period of time. നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ആ ഡോക്ടറിന്റെ ഫിസിഷ്യൻ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആണെങ്കിലും അങ്ങനെ അവരെ കാണുന്നു. ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടി മാത്രം അവരുടെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ദിവസം എന്താ പറയാ അവരുടെ അഡ്വൈസ്, ചിലപ്പോൾ മരുന്ന് എഴുതി തരും, അവര് പറയുന്നത് എന്താണെന്നൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ ആ ഒരു നിശ്ചിത ടൈം 5 മിനിറ്റ് ആകാം, ചിലപ്പോൾ 10 മിനിറ്റ് ആകാം. അത് ഡോക്ടേഴ്സിന്റെ ടൈം അനുസരിച്ച്. ചില ഡോക്ടർമാര് 10-15 മിനിറ്റ് ഒക്കെ ഒരു രോഗിയെ നോക്കാൻ അകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മളോട് പുറത്തിരിക്കുന്നവര്
പറയുമല്ലേ, ഓ കുറെ നേരം അയാൾ കയറിയിട്ട് ഇത്തിരി നേരം ഇറങ്ങുന്നില്ല, നമുക്ക് ധൃതിയുണ്ട്. പക്ഷെ അവിടെ അകത്തേക്ക് കയറിയിരിക്കുന്ന പേഷ്യൻസിന് ആരുടേതായ എല്ലാ കാര്യവും ചിലപ്പോൾ ഡോക്ടറോട് ഷെയർ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് ആളുടെ പ്രശ്നമാണ്, ആൾക്ക് കിട്ടിയ സമയമായതുകൊണ്ട് ആളത് മുഴുവൻ പറഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അതാണ്. അപ്പൊ അത് ഡോക്ടേഴ്സ്, ചില ഡോക്ടേഴ്സ് കേട്ട് മനസ്സിലാക്കാനൊക്കെ വില്ലിങ് ആണ്. പക്ഷെ ചിലരുണ്ട് വേഗം മുഴുവൻ കേൾക്കൊന്നുമില്ല, സ്റ്റെതസ്കോപ്പൊക്കെ മേത്ത് വെക്കേണ്ടതെന്നാവുള്ളൂ, കാണിച്ച് അങ്ങനെ ആയിരിക്കും അല്ലെ. അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. ചിലർക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ക്ലിയർ ആകും. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്യാരക്ടർ ഓഫ് ദ ഡോക്ടർ. ഡോക്ടറിന്റെ ഇതനുസരിച്ച് മാറും. അപ്പൊ പേഷ്യൻസ് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് മെഡിക്കേഷൻസ്, അഡ്വൈസ് ഒക്കെ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഇഫ് ദ ഡോക്ടർ ആസ്ക്സ് ദ പേഷ്യൻസ് ഹാവ് ടു ഗോ ഫോർ എ ഫോളോ അപ്പ്. നീ മരുന്ന് വാങ്ങിക്കുന്നു, പൊക്കോ, ഇനി 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അപ്പൊ ഫോളോ അപ്പിന് വരണമെന്ന് പറയുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞോ 5 ദിവസം കഴിഞ്ഞോ എപ്പോഴാണ് ഡോക്ടർ പറയുന്നത് അതനുസരിച്ച് ഫോളോ അപ്പിന് വേണ്ടി പോകുക. എന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിച്ചിട്ടേ 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് വന്ന് പറയണം, വിവരം പറയണം, എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അത് പറയുകയാണെങ്കിൽ അതിന് പോകുന്നു. That means the patient's treatment within the boundaries of the hospital only lasts for a day. ആ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് ഒതുങ്ങുന്നു പേഷ്യന്റിന്റെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ബൗണ്ടറീസിലുള്ള സമയം ചെലവാക്കൽ. ഒറ്റ ദിവസം 24 മണിക്കൂറിൽ കുറവും ഉള്ള സമയം എന്ത് ചെയ്യുന്നു, ആളെടുക്കുന്നുള്ളൂ. കാലത്ത് പോയി ചില ഹോസ്പിറ്റൽസിലെ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ വൈകുന്നേരം ആകും. അങ്ങനെ ഡിലേ ആകുന്നതാണ്. നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്തു 10 15 അരമണിക്കൂറോ നമ്മൾ ഡോക്ടറെ കാണുന്നുള്ളൂ. ഇനി പിന്നെ പോയി ഫാർമസിയിൽ തിക്കും തിരക്കുള്ള ചില ഹോസ്പിറ്റൽസ് ആണെങ്കിലേ, കുറച്ച് ഭയങ്കര കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫാർമസിയുടെ അവിടെ വി ഹാവ് ടു വെയിറ്റ് ഫോർ അല്ലെ, ഫോർ ദ മെഡിക്കേഷൻ. മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ബില്ല് അടയ്ക്കാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് മാത്രം. ചിലപ്പോൾ ഉച്ചയാകും, ചിലപ്പോൾ വൈകുന്നേരം ആകും. ഓക്കെ, അങ്ങനെയായിട്ട് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മാത്രം എന്താണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത്രയും സമയം മാത്രം നമ്മൾ ചെലവാക്കി പോകുന്നത്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. പകൽ സമയം ഇത്ര സമയത്തേക്കാണ് OP വിഭാഗം പ്രവർത്തിക്കുള്ളൂ. നിങ്ങൾ ഹോസ്പിറ്റൽസിൽ പോകാറുള്ളവരല്ലേ, രാവിലെ OP ടൈം ചെയ്യുന്നതാണ്. ബോർഡിൽ അവിടെ എഴുതിയിട്ടുണ്ടാവും OP ടൈം ഫ്രം 10 to 5. 5 മണി കഴിഞ്ഞാൽ പിന്നെ OPയുടെ അവിടെ ആ കുഞ്ഞ് ദ്വാരം ഇങ്ങനെ മറച്ചു വെക്കും ഇല്ലേ. അതിന്റെ അർത്ഥം എന്താ, OP ടിക്കറ്റിന്റെ ടൈം ക്ലോസ്ഡ് ആയി. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി റൺ ഫോർ ഓൺലി എ സ്പെസിഫിക് ടൈം. അത് സ്പെസിഫിക് ടൈം ആണ്. അത് ഹോസ്പിറ്റൽസിന്റെ പോളിസി അനുസരിച്ചാണ്. ചില ഹോസ്പിറ്റൽസിൽ 9 to 5 ആണ്, ചിലർക്ക് 10 to 6 ആണ്. ഓക്കെ, അങ്ങനെയായിരിക്കും. പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് ചീട്ട് എടുക്കണ്ട. പിന്നെ നമ്മൾ കാണിക്കുന്നത് കാഷ്വാലിറ്റിയിലാണ്. അപ്പൊ അത്യാഹിതമായിട്ട് പോയിട്ടൊന്നല്ല, പക്ഷേങ്കിൽ നമുക്കിപ്പോ പെട്ടെന്ന് മനുഷ്യന്മാരുടെ അവസ്ഥയാണ്, വയ്യാകെ പോയിരുന്ന് അറിയാൻ പറ്റില്ല. രാത്രിയൊക്കെ ആയപ്പോഴേക്കും പനി വന്നേ, അപ്പൊ പനിയൊക്കെ കൂടിയപ്പോ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് തോന്നി. അപ്പൊ ചെയ്യുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മൾ കാഷ്വാലിറ്റിയില് എന്താ പറയാ, പേര് മാത്രം പറയുന്നു. അന്നേരം ചീട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പേര് പറയുന്നു, ഡ്യൂട്ടി ഡോക്ടറെ ആരാണോ അവരെ കണ്ട് നമ്മൾ കാര്യം പറഞ്ഞ് പോയിരുന്നു. പിറ്റേ ദിവസം കാലത്ത് ഒന്നുകൂടി കാണിക്കാൻ പറയുകയാണെങ്കിൽ പിറ്റേ ദിവസം പോയാൽ മതി. Okay, then at this time, ഈ ഒരു specific time duration OP വിഭാഗം will be handled by consultation doctors. ആ OP വിഭാഗത്തിൽ അന്നേരം ഇരിക്കുന്നത് മുഴുവൻ എന്തായിരിക്കും, കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. ഓരോ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സിന്റെ ടൈമും ചിലപ്പോൾ ഉണ്ടാവും. 10 to 12 വരെ ഒരു ഡോക്ടർ, ഉച്ചയ്ക്ക് ശേഷം ഇന്ന ഡോക്ടർ, അങ്ങനെയൊക്കെ ആ ടൈം ഉണ്ടാവും. അവരെ നെയിം ബോർഡ് കണ്ടല്ലേ, ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സിന്റെ ഓരോരുത്തരുടെ നെയിം ബോർഡ് കണ്ടല്ലേ, ആ നെയിം ബോർഡിൽ ചിലപ്പോഴൊക്കെ അത് മെൻഷൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവിടെ ഫ്രണ്ടില്, ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ചാർട്ട്, വലിയ എന്താ പറയാ ചാർട്ടിലൊക്കെ ചിലപ്പോൾ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇന്ന ഡോക്ടറാണ് സമയം, ആ കൺസൾട്ടിംഗ് ഡോക്ടറിന്റെ സമയം ഇത്, അടുത്ത കൺസൾട്ടിംഗ് ഡോക്ടറിന്റെ സമയം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മളുടെ OP എന്ന് പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ. ഇതൊക്കെ കാര്യം മനസ്സിലായി നമുക്ക് OP ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്. ഇവിടെ അഡ്മിഷന് വേണ്ടിയിട്ടല്ല വരുന്നത്, ഓൺലി ഫോർ കൺസൾട്ടേഷൻ ആണ്. പിന്നെ പേഷ്യൻസ് അവരുടെ മെഡിക്കേഷൻ ടൈം ഒരു സർട്ടൻ ടൈം ഓഫ് പീരീഡ് മാത്രമാണ് മെഡിക്കേഷന് വേണ്ടി, ട്രീറ്റ്മെന്റിന് വേണ്ടി അവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ പേഷ്യൻസിനോട് ഫോളോ അപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് പേഷ്യൻസ് ഫോളോ അപ്പിന് വരുന്നു. പിന്നെ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് കൂടുതൽ ആകുന്നില്ല. ഒരു ദിവസത്തേക്ക് കൂടുതൽ ആ ബൗണ്ടറിയിൽ അവര്, ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ആകുന്നത് വരുന്നത് ആ ചുറ്റുവട്ടത്തൊക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ ചിലവാക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു OP വിഭാഗം ഹാൻഡിൽ ചെയ്യുക. ഫോർ എ സ്പെസിഫിക് ടൈം പീരീഡ് ആണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺ ചെയ്യുന്നുള്ളൂ. സമയമുണ്ട്, കൃത്യ സമയം, അതനുസരിച്ച് മാത്രമേ OP റൺ ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? Okay, clear ആണ്. Then next one, casualty department or emergency departments. Casualty
or emergency department. As emergency department, this department is for accident and emergency department എന്ന് പേരുണ്ട്. Casualty department എന്ന് പേരുണ്ട്. Emergency department എന്ന് പേരുണ്ട്. Accident and emergency department, A and E department, ഇങ്ങനെ 2-3 പേരിൽ അറിയപ്പെടുന്നത് ഏതൊക്കെയാ? Casualty department, emergency department, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, 3 പേരുണ്ട് നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ചിലപ്പോൾ കാഷ്വാലിറ്റിന്നും എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ഒരു പേര് കൂടിയുണ്ട്, accident and emergency department. Here the patients, those who are brought into the hospital by ambulance or emergency situation are treated. ഇവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിന് പ്രത്യേകത ഉണ്ട്. ഒന്നുകിൽ ആംബുലൻസിൽ കൊണ്ടുവന്നവരാകാം, ഭയങ്കര എമർജൻസി സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര പെട്ടെന്ന് ഏതെങ്കിലും വാഹനങ്ങളിൽ അല്ലെങ്കിൽ ആംബുലൻസിലൊക്കെ കയറ്റി കൊണ്ടുവന്ന് എമർജൻസി സിറ്റുവേഷനിൽ ഗൗരവമായ സീരിയസ് ആയിട്ടുള്ള ചില കണ്ടീഷൻസിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്. മനസ്സിലായോ? അന്നേരം അവർക്ക് ഡോക്ടറെ കാണാൻ കണ്ടിട്ട് വേണം എന്നാലും ചീട്ട് ചെയ്താൽ പറ്റുള്ളൂ, അങ്ങനെയൊന്നും വേണ്ട. കാരണം നേരെ അവരെ കാഷ്വാലിറ്റിയിൽ പ്രവേശിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റോഡിലൊക്കെ എവിടെയെങ്കിലും അപകടത്തിലൊക്കെ പെട്ട ആളുകളെ, അല്ലെങ്കിൽ വല്ല പോയിസണൊക്കെ അടിച്ച് ശരീരത്തിലേക്ക് ഏതെങ്കിലും രീതിയിൽ പോയിസൺസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചവരെ, അങ്ങനെയൊക്കെ അവരുടെ ലൈഫിനെ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസ് അറൌണ്ട് ദ ക്ലോക്ക്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകത എന്താ? അറൌണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്നു. അറൌണ്ട് ദ ക്ലോക്ക് മീൻസ് 24/7 അല്ലെ? 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള എന്താ പറയാ എമർജൻസീസും ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. And also that must be, the department must be well equipped with all types of emergencies. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ എല്ലാ തരത്തിലുള്ള എമർജൻസി കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റിയ എക്യുപ്മെന്റ്സ് ഉണ്ടാണ്. വെറുതെ ആൾക്കാരുണ്ടായാൽ പോരാ. ഇപ്പൊ ഉദാഹരണം, ഒരു ഹാർട്ട് എന്താ പറയാ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അതിൻ്റെതായ ലക്ഷണം കാണിക്കുന്ന ഒരാളെ കൊണ്ടുവരാണ്. അപ്പൊ ആ ആളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ ഉപകരണങ്ങൾ ആൾക്ക് എന്താണോ അവിടെ കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ എല്ലാ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ഹൈ ഡിഗ്രി ഓഫ് അക്യുറസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, എല്ലാം കൃത്യമായിട്ട് അവിടെ വെച്ചിരിക്കണം. ആൻഡ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വിൽ ബി ഗിവൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്, ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് the patients will be transferred or shifted to the specialized departments. ഇവിടെയാണ് ആദ്യം പ്രവേശിപ്പിക്കുക. അതിനുശേഷം എന്ത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട രോഗിയാണെന്ന് നോക്കി അതിന് ആ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നെഞ്ചുവേദനയോ കുഴഞ്ഞു വീഴുകയോ ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്നു ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ കാഷ്വാലിറ്റിയിൽ ആദ്യം പ്രവേശിപ്പിച്ച് അവിടെ ആദ്യം ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ആളെ എങ്ങോട്ട് മാറ്റും? അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലേക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് എവിടേക്കായിരിക്കും പോവുക എന്ന് പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞേ, ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ എക്സാമ്പിളിൽ പറഞ്ഞപ്പോ ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങളോ കുഴഞ്ഞു വീണതോ ആയിട്ടുള്ള നെഞ്ചുവേദന ആയിട്ടുള്ള പേഷ്യൻസിനെ ആദ്യം കാഷ്വാലിറ്റിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് ചികിത്സ ചെയ്തതിന് ശേഷം they have to be shifted or transferred to the specialized department for further treatment. ബാക്കി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടി അവരെ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുമെന്ന്. അത് എവിടേക്ക് മാറ്റുമെന്നാണ് എന്റെ ചോദ്യം. പറയാമോ നിങ്ങൾ? യെസ്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും. ദാറ്റ്സ് ഓൾ. അതാണ് വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയതാ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അതാണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും സംശയം ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കുക. ഈ പറയുന്ന ഞാൻ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയാത്ത സ്ഥിതിക്ക് അവിടെയുള്ള എല്ലാം ഒന്ന് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ദാറ്റ് മീൻസ് അണ്ടർലൈൻ ചെയ്യാൻ എടുത്തു പറയുകയാണെങ്കിൽ മാത്രം അത് അണ്ടർലൈൻ ചെയ്യാം. അതർവൈസ് ആ പോയിന്റ് ഇപ്പൊ നോക്കിയേ. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞല്ലോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ സെന്റൻസ്, ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽ നോട്ട് ഓൺലി ഫോർ കൺസൾട്ടേഷൻ അല്ല ഫോർ കൺസൾട്ടേഷൻ നോട്ട് ഫോർ അഡ്മിഷൻ. കൺസൾട്ടേഷന് വേണ്ടിയാ വരുന്നത്, അഡ്മിഷന് വേണ്ടിയല്ല. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഒരു പ്രത്യേക സമയത്ത് പീരീഡിന് അത് എന്താ പറയാ നമ്മള് അവര് മെഡിക്കേഷന് വേണ്ടിയിട്ടോ അഡ്വൈസിന് വേണ്ടിയിട്ട് വരുന്ന ഒരു നിശ്ചിത സമയത്തിനാണ്, ഫിക്സഡ് ടൈമിനാണ്. അതുപോലെ തന്നെ ആ ബൗണ്ടറീസിൽ നമ്മൾ ചെലവഴിക്കുന്നത് വെറും ഒരു ദിവസത്തെ കുറവുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് റൺ ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ, പകലിൽ ഒരു ഇത്ര സമയത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. എടുത്ത് പറയുകയാണെങ്കിൽ അത് അണ്ടർലൈൻ ചെയ്യാം. അതർവൈസ് ആ പറഞ്ഞതിൽ എല്ലാത്തിലും സെന്റൻസുകൾ ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, 2 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്താണെന്ന് അറിയണം. ഡിപ്പാർട്ട്മെന്റുകൾ എന്താണെന്ന് അറിയാതെ നമുക്ക് ഹോസ്പിറ്റലിനെ മൊത്തം മാനേജ് ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റൽ മൊത്തം മാനേജ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഓരോന്നും എന്താണ്, എന്ത് കാര്യമാണ് നടക്കണേ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അനുസരിക്കുള്ള സംശയം ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണെന്ന് ക്ലിയർ ആയില്ല. ഇൻഫോർമേറ്റീവ് ഫോർ ഇൻഫോർമേഷൻ. നമുക്ക് പല കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഓർമ്മയിൽ മാത്രം സൂക്ഷിച്ചാൽ കിട്ടൂല. കാരണം പല കാര്യങ്ങളും നമ്മൾ മറന്നു, നമ്മുടെ ഓർമ്മയിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ട് നമ്മൾ ഇതെല്ലാം ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ എനിവേ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റോർ ചെയ്ത് സേവ് ചെയ്യും. ഇന്ന് പല ബിസിനസ് ഓർഗനൈസേഷൻസും ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽസും അവരുടേതായ ഡാറ്റാസ്, പല ഡാറ്റാസും ഉണ്ട്. മെഡിക്കൽ റിസോഴ്സസ് ഉണ്ട് ഹോസ്പിറ്റലിലെ, പല രീതിയിലുള്ള എക്യുപ്മെന്റുകൾ, മെഷീൻസ്, അവരുടെ എന്തൊക്കെയുണ്ട് ഒരു ഹോസ്പിറ്റലിൽ, ഇതൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും മൂലക്കേന്ന് ആരെങ്കിലും എടുത്തുണ്ടോ എങ്ങനെ അറിയും? ഇതിവിടെ ഇങ്ങനെ ഒരു മെഷീൻ ഇവിടെ ഉണ്ടായില്ലല്ലോ. അപ്പൊ ഇതെല്ലാം വ്യക്തമായി നമ്മൾ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന മെഷീൻസ് ഉണ്ട്, ഇന്ന എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഇന്ന മെഷീൻസ് ഉണ്ട്. ഓൾ ദീസ് തിങ്സ് ഹാവ് ടു ബി റെക്കോർഡഡ്. സോ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ദ പേഷ്യൻസ് നെയിം, അഡ്രസ്, എവറിഥിങ്. പേഷ്യന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേഷ്യന്റിന്റെ പേര്, അഡ്രസ്, അവർ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഏത് രീതിയിലുള്ള ചികിത്സിക്കാൻ വന്നത്, ഓൾ ദീസ് തിങ്സ്. IT. മനസ്സിലായോ? ഇത് രണ്ടായിട്ട് ഇൻഫോർമേറ്റീവിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അനുശ്രീ ക്ലിയർ ആയോ? നേരം ഇപ്പൊ മനസ്സിലായോ? അനുശ്രീ പോയാ? അത് ശരി, ഇടയ്ക്കിടയ്ക്ക് വേറെ എന്തെങ്കിലും. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, ഇൻഫോർമേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റുകളിൽ സപ്പോർട്ടിംഗിൽ തന്നെ വരുന്ന 2 ക്ലാസിഫിക്കേഷൻസും, അതുകൂടാതെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റും നമ്മൾ എന്താ പറയാ അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. കൂടാതെ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന ഇൻപേഷ്യന്റ് സർവീസസും ഔട്ട് പേഷ്യന്റ് സർവീസസും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് ഓരോന്നിലും ഏതൊക്കെ സേവനങ്ങളാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത് എന്നും പഠിച്ചു. കൂടാതെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് OP ഡിപ്പാർട്ട്മെന്റ് എന്നും അതിൽ വന്ന 2 ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ. ഒന്ന് കാഷ്വാലിറ്റി, ഒന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നും നമ്മൾ പറഞ്ഞു. ഇത്ര വരെ ഓക്കെ ആണോ എല്ലാവരും? എനി ഡൗട്ട്സ് from this part? ഇത്രയും ഭാഗത്ത് നിന്നുള്ള സംശയമില്ലല്ലോ. So we'll continue next day. Till then, bye. Okay, bye. Thank you.